1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് നീതിപീഠം അനുശാസിക്കുന്നത്. ഇതിൻ്റെ ഉപോത്ബലത്തിൽ ചില തെളിവുകളുടെ മാത്രം അഭാവത്തിൽ പല കുറ്റവാളികളും രക്ഷപ്പെടാറുണ്ട്. എന്നാൽ ചിലപ്പോൾ മതിയായ തെളിവുകൾ ഉണ്ടായിട്ട് പോലും കുറ്റവാളികൾ രക്ഷപ്പെട്ടുവെന്ന് വരാം. അത്തരമൊരു കേസായിരുന്നു ന്യൂജേഴ്സിയിലെ 41കാരനായ ഒരു മന്ത്രിയുടെയും അയാളുടെ കാമുകിയുടെയും കൊലപാതകം സംബന്ധിച്ചുണ്ടായത്. ഇതിലെ പ്രതികൾ മന്ത്രിയുടെ ഭാര്യയും സഹോദരന്മാരുമാണെന്നതിന് വേണ്ടത്ര തെളിവുകളുണ്ടായിരുന്നു. പക്ഷേ പണം, പ്രതാപം ഇവ രണ്ടും ഒത്തുചേർന്ന കുടുംബാംഗങ്ങൾ നിയമത്തിൻ്റെ കുടുക്കിൽ നിന്നും രക്ഷപ്പെടുകയാണുണ്ടായത്. ന്യൂജേഴ്സിയിലെ ഒരു ആപ്പിൾ മര ചുവട്ടിൽ 1922 സെപ്റ്റംബർ 16 ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. അതിലെ പുരുഷ ശരീരം 41കാരനായ മന്ത്രി ഹാളിൻ്റേതായിരുന്നു. സ്ത്രീ ശരീരം ഒരു കപ്പ്യാരുടെ ഭാര്യയായ മിസ്സിസ് എലിനോർ മിൽസിൻ്റേതും. മിസ്സിസ് ഹാളിനെക്കാട്ടിയും ചെറുപ്പമായിരുന്നു മന്ത്രിയും എലിനോറും തമ്മിലുള്ള ബന്ധം അന്നാട്ടുകാർക്ക് പുതിയൊരു അറിവായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ മരണം സംബന്ധിച്ച അന്വേഷണങ്ങളുടെ ഭാഗമായി മിസ്സിസ് ഫ്രാൻസിസ് ഹാൾസും പോലീസിൻ്റെ ചോദ്യം ചെയ്യലിന് വിധേയയായി. ആ പ്രദേശത്തെ ഏറ്റവും വലിയ സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്നു മിസ്സിസ് ഹാൾസ്. അവരുടെ സഹോദരന്മാരായ വില്ലിക്കും ഹെൻറി സ്റ്റീവൻസണും പോലീസിൻ്റെ അന്വേഷണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനായില്ല. അവരെ കുറ്റക്കാരായി കണ്ടെത്തിയെങ്കിലും തെളിവുകളൊന്നും തന്നെ പ്രത്യക്ഷത്തിൽ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ കൊലപാതകത്തിന് ഒരു സാക്ഷിയെ വിധി കണ്ടെത്തുകയായിരുന്നു എന്ന് തന്നെ പറയാം. ആപ്പിൾ തോട്ടത്തിൽ പന്നികളെ വളർത്തി ഉപജീവനം നടത്തിയിരുന്ന പിഗ് വുമൺ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ജാൻ ഗിബ്സൺ ആയിരുന്നു ആ സാക്ഷി. ഒരു രാത്രിയുടെ നിശബ്ദതയിൽ പട്ടികളുടെ കുര കേട്ട് ഏതെങ്കിലും കള്ളന്മാരെത്തിയിരിക്കുമെന്ന ധാരണയിലാണ് ആ സ്ത്രീ വീടിന് പുറത്തിറങ്ങി നോക്കിയത്. അപ്പോൾ 2 പുരുഷന്മാരും 2 സ്ത്രീകളും തമ്മിൽ എന്തിനോ തർക്കിക്കുന്നതായി അവർ കണ്ടു. വെളുത്ത മുടിയുള്ള സ്ത്രീ ചില കത്തുകൾ കാണിച്ച് അതിന് വിശദീകരണം ആവശ്യപ്പെടുന്നതും ജാൻ ഗിബ്സൺ കാണുകയുണ്ടായി. ഒരു പുരുഷന്റെ കൈവശം എന്തോ മിന്നി പ്രകാശിക്കുന്നുണ്ടായിരുന്നു. തർക്കത്തെ തുടർന്ന് 4 വെടിയുച്ചകൾ കേട്ടു. തുടർന്ന് ഒരു സ്ത്രീയുടെ ഞരക്കവും മറ്റൊരു സ്ത്രീയുടെ നിലവിളിയും ജാൻ കേൾക്കുകയുണ്ടായി. ഇത്രയും കണ്ടു നിന്നപ്പോൾ ബോധശൂന്യയായി തീർന്ന ജാൻ ഗിബ്സൺ പിന്നീട് 3 മണിക്കൂർ കഴിഞ്ഞ് സംഭവ സ്ഥലത്ത് വന്ന് നോക്കി. അപ്പോൾ വെളുത്ത തലമുടിയുള്ള സ്ത്രീ മുട്ടുകുത്തി നിന്ന് കരയുന്നത് കണ്ടു. മറ്റാരെയും ആ പരിസരത്ത് കാണാനുണ്ടായിരുന്നില്ല. പിന്നീട് വെളുത്ത തലമുടിയോട് കൂടിയ സ്ത്രീ മിസ്സിസ് ഹാൾസ് ആയിരുന്നുവെന്നും പുരുഷൻ വില്ലി ആയിരുന്നുവെന്നും ഫോട്ടോകളിൽ നിന്നും ജാൻ ഗിബ്സൺ തിരിച്ചറിഞ്ഞു. അങ്ങനെ കൊലക്കേസിലെ പ്രതികളെ തിരിച്ചറിഞ്ഞുവെങ്കിലും തെളിവുകളുടെ അപര്യാപ്തമാണ് എന്ന കാരണത്താൽ കോടതി പ്രത്യേകിച്ചൊരു തീരുമാനവും എടുത്തില്ല. പിന്നീട് 4 വർഷവും ഈ കേസിന് ജീവൻ നൽകാൻ പത്രങ്ങൾ ശ്രമിച്ചുവെങ്കിലും പ്രത്യേകിച്ചൊരു തീരുമാനമെടുക്കാതെ കേസ് നിലകൊണ്ടതേയുള്ളൂ. 4 വർഷത്തിന് ശേഷം ഈ സംഭവം വീണ്ടും ചുരുളഴിഞ്ഞു. ആർതർ റെയിൽ എന്നൊരു വ്യക്തി ലൂയിസ് ജിസ്റ്റുമായുള്ള വിവാഹബന്ധം റദ്ദാക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നപ്പോഴാണ് സംഭവങ്ങളുടെ എല്ലാം സത്യം ഓരോന്നായി പുറത്തു വന്നത്. ലൂയിസ് ജിസ്റ്റ് കൊലപാതകം നടക്കുന്ന സമയത്ത് മിസ്സിസ് ഹാൾസിൻ്റെ പാർലർ മെയ്ഡായിരുന്നു. മന്ത്രിയുടെ കൊലപാതകത്തെക്കുറിച്ച് അവൾക്ക് സകലമാന കാര്യങ്ങളും അറിയാമെന്നതും അവളെ തനിക്ക് അനുകൂലമാക്കാൻ വേണ്ടി മിസ്സിസ് ഹാൾസ് അവർക്ക് $5000 നൽകിയെന്നതുമായിരുന്നു ആർതർ റെയിൽ അന്ന് വാദിച്ചത്. ന്യൂയോർക്കിലെ ഡെയിലി മിററിൽ ഈ കഥ പ്രസിദ്ധീകരിച്ചതോടുകൂടി കേസിൻ്റെ ഫയൽ വീണ്ടും തുറക്കാൻ അധികാരികൾ നിർബന്ധിതരായി. അങ്ങനെ മിസ്സിസ് ഹാൾസും അവരുടെ സഹോദരന്മാരായ വില്ലി, ഹെൻറി എന്നിവരും കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചു. 1926 നവംബർ 3 വിചാരണ പുനരാരംഭിച്ചു. വിചാരണ വേളയിൽ തൻ്റെ ഭർത്താവ് പറയുന്ന കാര്യങ്ങളിൽ അല്പം പോലും വാസ്തവമില്ലെന്ന് പാർലർ മെയ്ഡ് വാദിച്ചു. ഏതായാലും കേസ് വീണ്ടും മടക്കി വയ്ക്കാൻ കോടതി തീരുമാനിച്ചില്ല. സംഭവത്തിന് ദൃക്സാക്ഷിയായിരുന്ന പിഗ് വുമണെ ആശുപത്രി കിടക്കയിൽ നിന്നും കോടതിയിൽ എത്തിച്ച് വാദം തുടർന്നു. അവർ മുൻപ് പറഞ്ഞ സംഭവങ്ങൾ പിന്നെ ആവർത്തിച്ചു. പക്ഷേ മിസ്സിസ് ഹാൾസ് തൻ്റെ ഭർത്താവും ഒരു പാട്ടുകാരി കൂടിയുമായ എലിനോർ മിൽസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തനിക്ക് യാതൊന്നും അറിയില്ലെന്നാണ് കോടതിയിൽ ബോധിപ്പിച്ചത്. ധനം എന്തിനും ഒരു പ്രതിവിധിയായേക്കാമെന്ന ധാരണ ഈ സംഭവത്തിലും ഏറെക്കുറെ ശരിയായി വന്നു. നിയമത്തിന് മുന്നിൽ കുറ്റക്കാരനെന്ന് തെളിഞ്ഞിട്ടും മിസ്സിസ് ഹാൾസിനോ അവരുടെ പങ്കാളികൾക്കോ യാതൊരു ശിക്ഷയും നൽകിയില്ല. കോടതി രേഖകളിൽ വില്ലി സ്റ്റീവൻസനെ 54കാരനാണെന്നതിന് പകരം 44കാരനാണെന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. ചോദ്യം ചെയ്യവേ അയാൾ തന്നെ തെറ്റിത്തിരുത്തി പറഞ്ഞു. അതിനോടൊപ്പം അയാൾ മറ്റൊരു തെറ്റുകൂടി ചൂണ്ടിക്കാണിച്ചു. കൊല്ലപ്പെട്ടത് ഡോക്ടർ ഹാൾസ് അല്ല, മറിച്ച് റെവറൻ മിസ്റ്റർ ഹാൾസ് ആയിരുന്നുവെന്നത്രേ. കോടതി തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തപ്പോഴും വില്ലിൻ്റെ അഭിപ്രായം അതുതന്നെയായിരുന്നു.
പിന്നീട് 5 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷം കോടതി പ്രതികളെ കുറ്റവിമുക്തരായി പ്രഖ്യാപിച്ച് ജയിലിൽ നിന്നും മോചിപ്പിച്ചു. ഈ കൊലപാതകത്തെ സംബന്ധിച്ച് മറ്റൊരു കഥ കൂടി പ്രചാരത്തിൽ വരികയുണ്ടായി. കു ക്ലക്സ് ക്ലാൻ എന്ന നേതാവ് താൻ കൊണ്ടുവന്ന ലൈംഗിക സദാചാര നിയമം മന്ത്രി ലംഘിച്ചതിനാലാണ് അദ്ദേഹത്തെയും കൂട്ടുകാരിയെയും വധിച്ചതെന്നായിരുന്നു ആ കഥ. അവരാണത്രേ നല്ലൊരു ഗായിക കൂടിയായിരുന്ന മിസ്സിസ് എലിനോർ മിൽസിൻ്റെ നാവും കൂടി മുറിച്ചു മാറ്റിയത്. ഏതായാലും ദിനങ്ങൾ എത്ര കൊഴിഞ്ഞു പോയാലും ന്യൂജേഴ്സിയിലെ ജനങ്ങൾ ഈ കഥ ഭീതിയോടെ തന്നെ സ്മരിക്കും. പിഗ് വുമൺ എന്ന പേരിലറിയപ്പെട്ടിരുന്ന ജാൻ ഗിബ്സൺ രോഗബാധിതയായി തന്നെ അന്തരിച്ചു. അല്പകാലത്തിനിടയിൽ തന്നെ മിസ്സിസ് ഹാൾസും കഥാവശേഷയായി. പക്ഷേ അവർ സൃഷ്ടിച്ച കോളിളക്കം മാത്രം ഇന്നും തലമുറകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു.